ഹായ് ഓൾ, ഐപ്ലസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ലീഗൽ അസിസ്റ്റൻറ്റിൻ്റെ ഏറ്റവും പുതിയൊരു ചാപ്റ്ററാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഭാരതീയ സാക്ഷി അധിനിയം. പുതിയ സിലബസ് പ്രകാരം ഭാരതീയ സാക്ഷി അധിനിയം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നമുക്ക് സിലബസിൽ തന്നിരിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും PSCയുടെ നമ്മളുടെ ആ സിലബസിൻ്റെ ലാസ്റ്റ് ക്ലോസ് പ്രകാരം അതിൽ എവിഡൻസ് ആക്ട് അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നമ്മളുടെ ഈ സിലബസ് പ്രകാരവും ഈ പോസ്റ്റിന് യോജ്യമായ തക്കവണ്ണവും എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് PSCക്ക് ഇടാനുള്ള ഡിസ്ക്രിഷണറി പവറുണ്ട്. അപ്പം അത് കാരണം നമ്മൾ ഈ നിയമത്തിനോടൊപ്പം തന്നെ ഒരു കമ്പാരറ്റീവ് അനാലിസിസ് നടത്തി വേണം പഴയ നിയമവുമായിട്ട്, അതായത് റിപ്പീറ്റ് ചെയ്ത് പോയ എവിഡൻസ് ആക്റ്റുമായിട്ട്. പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, സെക്ഷൻ 531 ഓഫ് BNS പ്രകാരം 531 BNS പ്രകാരം നമുക്ക് മുൻപ് നടന്നുകൊണ്ടിരുന്ന എല്ലാ പ്രീവിയസ് ആയിട്ട് നടന്ന ക്രൈം ആണെങ്കിൽ ആ ക്രൈമിൻ്റെ ട്രയൽ സ്റ്റേജോ അപ്പീൽ സ്റ്റേജോ ആപ്ലിക്കേഷൻ സ്റ്റേജോ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജോ അന്നാണ് മുൻപ് ഈ നിയമം, പുതിയ നിയമം വരുന്നതിന് മുമ്പാണ് നടന്നിട്ടുള്ളതെങ്കിൽ അതെല്ലാം കൈകാര്യം ചെയ്യേണ്ടുന്നത് പഴയ നിയമം വെച്ച് തന്നെ ആയിരിക്കണം. അതായത് പഴയ നിയമം ഉണ്ടായിരുന്ന സമയത്താണ് പ്രൊസീഡിങ്സ് നടന്നിട്ടുള്ളതെങ്കിൽ ആ നിയമം വെച്ചായിരിക്കണം നമ്മൾ കൈകാര്യം ചെയ്യേണ്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? മുൻപ് നടന്നിട്ടുള്ള ക്രിമിനൽ ഒഫൻസിൽ ഒരിക്കലും റെട്രോസ്പെക്റ്റീവായിട്ട്, അതായത് പിൻകാല പ്രാബല്യം കൊടുത്തുകൊണ്ട് ക്രിമിനൽ ഒഫൻസ് നമ്മൾ കൈകാര്യം ചെയ്യാൻ പാടില്ല. പീനൽ സ്റ്റാറ്റ്യൂട്ടും ടാക്സ് സ്റ്റാറ്റ്യൂട്ടും ഒന്നും അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം എന്താണോ പ്രസൻ്റ്ലി ഉള്ളത് ആ പ്രസൻറ്റ് കാര്യങ്ങളെ, പ്രസൻറ്റ് നിയമവും ഞാൻ പറയുന്നത് ക്രിമിനൽ നിയമങ്ങളെക്കുറിച്ചാണ് ഈ പറഞ്ഞു വരുന്നത്. പ്രസൻ്റ്ലി ഉള്ളത്, കാരണം ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, മുൻപ് നടന്നിട്ടുള്ള പല കുറ്റകൃത്യങ്ങളും, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മുൻപ് തെഫ്റ്റ് 5000 രൂപയുടെ ഇതുവരെയുള്ള തെഫ്റ്റാണ് 5000 രൂപയുടെ തെഫ്റ്റാണ് നടന്നിട്ടുള്ളതെങ്കിൽ അതിലൊരിക്കലും കമ്മ്യൂണിറ്റി സർവീസ് എന്ന് പറഞ്ഞതൊരു പുതിയ നിയമത്തിൽ ആണ് വന്നു തുടങ്ങിയത്. പഴയ നിയമത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ കുറച്ചും കൂടെ നന്നായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ സെക്ഷൻ 70 ക്ലോസ് 2 പ്രകാരം BNS പ്രകാരം, ഭാരതീയ ന്യായ സംഹിത പ്രകാരം നമുക്കൊരു എന്താ പറയുന്നത്, ഗ്യാങ് റേപ്പിന് പണിഷ്മെൻറ്റിൻ്റെ ലെവലിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. പഴയ രീതിയിലുള്ള, അതായത് ഇംപ്രിസോൺമെൻറ്റ് ഫോർ ലൈഫ് എന്ന് പറയുന്നത് നാച്ചുറൽ ലൈഫായിട്ടാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ നമ്മൾ 14 ഇയേഴ്സിനോ 20 ഇയേഴ്സിനോ പറഞ്ഞിട്ടുള്ള ഫ്രാക്ഷൻ ഓഫ് പണിഷ്മെൻറ്റ് കൊണ്ടുവരാൻ പാടില്ല എന്ന് പുതിയ നിയമം പറയുന്നുണ്ട്. അപ്പോൾ പുതിയ നിയമത്തിൽ കുറേയധികം പണിഷ്മെൻറ്റിൻ്റെ കാര്യങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ ജൂലൈ 1 2024 ഈ നിയമം എൻഫോഴ്സ് ചെയ്യുന്നത്. പ്രസിഡന്റിൻ്റെ അസന്റ് മുൻപ് കിട്ടുന്നെങ്കിൽ നമ്മൾ എൻഫോഴ്സ് ചെയ്യുന്നത് എന്നാണ്? ഈ ജൂലൈ 1 2024 മുതലാണ് നിയമങ്ങൾ എൻഫോഴ്സ് ചെയ്യുന്നത്. ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം, ഈ 3 നിയമങ്ങളാണ് റെസ്പെക്റ്റീവ്ലി ഇന്ത്യൻ പീനൽ കോഡ്, ക്രിമിനൽ പ്രൊസീജിയർ കോഡ് ആൻഡ് എവിഡൻസ് ആക്ട്. ഈ പഴയ നിയമങ്ങളെ റിപ്പീൽ ചെയ്തുകൊണ്ടാണ് വന്നത്. പക്ഷേ പണ്ട് നടന്നിട്ടുള്ള ഒഫൻസുകളെല്ലാം ആ ട്രയലായാലും അതിൻ്റെ ബാക്കി പ്രൊസീഡിങ്സ് ആയാലും എല്ലാം പഴയ കാര്യങ്ങളിലാണ്. പഴയ നടന്ന ഒഫൻസ് ആണെങ്കിൽ അന്ന് ഉണ്ടായിരുന്ന നിയമം എന്തോ അത് വെച്ചിട്ടാണ് ട്രീറ്റ് ചെയ്യപ്പെട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് റിപ്പീൽഡ് നിയമങ്ങളാണ് എന്ന് പറയുന്നെങ്കിലും പൂർണ്ണമായി പഴയ നിയമത്തെ നമുക്ക് ഒഴിവാക്കി നിർത്താൻ പറ്റുകയില്ല. അപ്പോൾ സിലബസിൽ നമ്മൾ ഭാരതീയ സാക്ഷി അധിനിയം എന്ന് കണ്ടുവെങ്കിലും നമുക്ക് വലിയ വൈഡായിട്ട് അങ്ങ് പോകണ്ട. പക്ഷേ കമ്പാരറ്റീവ് അനാലിസിസ് എപ്പോഴും നമ്മുടെ BSIയും അതുപോലെ തന്നെ എന്തുമായിട്ട്, എവിഡൻസ് ആക്റ്റുമായിട്ട് കമ്പാരറ്റീവ് അനാലിസിസ് നടത്തിയാണ് നമുക്ക് പഠിക്കേണ്ടുന്നത്. അതുമാത്രമാണ് പ്രോപ്പർ സ്റ്റഡി ആകുന്നത്. കാരണം ക്വസ്റ്റ്യൻസ് വരുന്നത് ടഫായിട്ട്, കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസിനെ ടഫാക്കാൻ വേണ്ടിയിട്ട് പഴയ നിയമങ്ങളും കൂടെ ചോദിച്ചേക്കാം. മേ ബി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എവിഡൻസ് ആക്റ്റിൽ ആ ഒരു എവിഡൻസ് ആക്ടിൻ്റെ പോർഷൻസും കൂടെ ഏതിൽ കവർ ചെയ്ത് പോകണം? ഭാരതീയ സാക്ഷി അധിനിയത്തിൽ ഒരു കമ്പാരറ്റീവ് അനാലിസിസ്, ജസ്റ്റ് കമ്പാരറ്റീവ് അനാലിസിസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ നിയമത്തിൻ്റെ ഞാനതിൻ്റെ ഒരു പ്രത്യേകതകളൊന്ന് പറയാം. ഓക്കെ,
നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ 1872 നിയമമാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്ന് പറയുന്നത്. ജെയിംസ് ഫിറ്റ് സ്റ്റീഫൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി, അദ്ദേഹമാണ് ഇതിൻ്റെ ഡ്രാഫ്റ്റ് എല്ലാം കൊണ്ടുവന്നത്. അപ്പോൾ അദ്ദേഹമാണ് ഇതിൻ്റെ ഫൗണ്ടിങ് ഫാദർ ഓഫ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർ ജെയിംസ് ഫിറ്റ് സ്റ്റീഫൻ ആണ്. അപ്പോൾ എവിഡൻസ് ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരുപാട് പഠിക്കാൻ അത്രയധികം നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട രീതിയിൽ എടുത്താൽ മാത്രമേ നമ്മളത് എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതിലാണ് പ്രധാനം. കാരണം കുറച്ച് നിങ്ങൾക്കറിയാം, എവിഡൻസ് ആക്ടിലൂടെ വായിച്ചിട്ടുള്ള ആളുകൾക്കറിയാം, നമ്മൾ കുറച്ച് പ്രാക്ടിക്കൽ ആസ്പെക്റ്റ് കൊണ്ട് ചിന്തിച്ചൊക്കെ വേണം എവിഡൻസ് ആക്ട് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ അത്രയും വർഷം, ഒരു 70 വർഷത്തോളം ഈ നിയമം നിലവിലിരുന്നിരുന്നു. അപ്പോൾ 70 അല്ല, അതിൽ കൂടുതൽ വർഷത്തോളം ഈ നിയമം നമ്മളുടെ നാട്ടിൽ ഉണ്ടായിരുന്നു, നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാലോചിതമായിട്ട് നിയമത്തിൽ മാറ്റങ്ങൾ വരേണ്ടത് ആവശ്യമാണ്. കാരണം ഇലക്ട്രോണിക് എവിഡൻസിനൊക്കെ നമുക്കിപ്പോൾ ഈ ടെക്നോളജിക്കൽ വേൾഡാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇലക്ട്രോണിക് എവിഡൻസിനൊക്കെ കുറേയധികം പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യം ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഇന്ത്യൻ എവിഡൻസ് ആക്ട് റിപ്പീൽ ചെയ്യുന്ന ഒരു വളരെയധികം പ്രഷർ ഉണ്ടായി. അങ്ങനെയാണ് ഈ ഒരു ക്രിമിനൽ നിയമത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് റിപ്പീൽ ചെയ്ത് പോയി. അപ്പോൾ ഇതിൽ കുറേയധികം പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഭാരതീയ സാക്ഷി അധിനിയമം എന്ന് പറഞ്ഞൊരു നിയമം നിലവിൽ വന്നത്. അപ്പോൾ ഇതിൽ ഞാനൊന്ന് വായിക്കാം. ഇത് പ്രൊസീജിയർ ലോ ആണോ സബ്സ്റ്റാൻറ്റീവ് ലോ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അഡ്ജക്റ്റീവ് ലോ ആണെന്നാണ് പറയുന്നത്. അതായത് ശ്രദ്ധിച്ച് കേട്ടോളൂ. The law of evidence not being substantive or procedural law falls in the category of adjective law that defines the pleading and methodology by which the substantive or procedural laws are operationalized. എങ്ങനെയാണ് ഒരു സബ്സ്റ്റാൻറ്റീവ് ആയിട്ടുള്ള പ്രൊസീജിയറൽ ആയിട്ടുള്ള ലോ ഓപ്പറേറ്റ് ചെയ്യേണ്ടത് എന്ന് അഡ്ജക്റ്റീവ് ലോ പറയുന്നത് കൊണ്ട് തന്നെ ഇതൊരു സബ്സ്റ്റാൻറ്റീവോ പ്രൊസീജിയറോ ലോ ആയിട്ടുള്ള ലോ അല്ല, ഇതൊരു അഡ്ജക്റ്റീവ് ലോ ആണെന്ന് പറയുന്നു. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇപ്പോൾ തന്നെ കിട്ടി, ഇത് ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഈസ് എ അഡ്ജക്റ്റീവ് ലോ. പലപ്പോഴും നിങ്ങൾ പ്രൊസീജിയറൽ ലോ എന്നോ അല്ലെങ്കിൽ സബ്സ്റ്റാൻറ്റീവ് ലോ എന്നോ മനസ്സിലാക്കി വെക്കുമ്പോൾ, കാരണം നമുക്കറിയാം കോടതിയിൽ നടക്കുന്ന പ്രൊസീജിയറാണ്, കോടതിയിലെ എവിഡൻസിൻ്റെ ഭാഗങ്ങൾ ഒരു കേസ് വരുമ്പോൾ എങ്ങനെയാണ് എവിഡൻസ് ആക്ടിന് പ്രാധാന്യം വരുന്നതെന്ന് അതിൻ്റെ എവിഡൻസ് എടുക്കുന്ന സമയത്തും പാർട്ടികളുടെ എക്സാമിനേഷൻ്റെ സമയത്തും അതുപോലെ തന്നെ ഡോക്യുമെന്റ്സ് മാർക്ക് ചെയ്യേണ്ടുന്ന സമയത്തും ഒക്കെ എവിഡൻസ് ആക്ടിന് വളരെയധികം പ്രാധാന്യമുണ്ട് അല്ലേ. ഇപ്പം നമ്മൾ എക്സ്പേർട്ട് ഒപ്പീനിയൻ ആവശ്യമുള്ള സമയങ്ങളിൽ ട്രയൽ നടക്കുമ്പോൾ എല്ലാം നമ്മൾ ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യങ്ങൾ കാണുന്നു. പ്രൈമ ഫേസി അപ്പം നമ്മൾ മനസ്സിലാക്കും ഇറ്റ് ഈസ് എ പ്രൊസീജിയറൽ ലോ, ബട്ട് ഇറ്റ് ഈസ് ആൻ അഡ്ജക്റ്റീവ് ലോ ബിക്കോസ് ഇറ്റ് ഓപ്പറേറ്റ്സ് ദ മെത്തഡോളജി ഇൻ വിച്ച് ദ സബ്സ്റ്റാൻറ്റീവ് ലോ ഓർ പ്രൊസീജിയറൽ ലോ വിച്ച് ഓപ്പറേറ്റ്സ്. അപ്പോൾ ഇത് ഇത്രയാണ് പറയുന്നത്. Adjective law that defines the pleading and methodology by which the substantive or procedural laws are operationalized. ഇത് എക്സിസ്റ്റിംഗ് ലോ ഡസ് നോട്ട് അഡ്രസ് ദി ടെക്നോളജിക്കൽ, അതായത് എക്സിസ്റ്റിംഗ് ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഉണ്ടായിരുന്ന ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്ത് ചെയ്യുന്നില്ല, ഡസ് നോട്ട് അഡ്രസ് ദി ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് അണ്ടർഗോൺ ഇൻ ദി കൺട്രി ഡ്യൂറിങ് ദി ലാസ്റ്റ് ഫ്യൂ ഡിക്കേഡ്സ്. അപ്പോൾ ഇതിൽ ഒരിക്കലും ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ഒന്നും നമ്മുടെ ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല. കാരണം 1872 വന്ന നിയമമാണ്. പിന്നെ എപ്പോഴും IT ആക്ട് വന്നതിന് ശേഷമാണ് പ്രൊവിഷൻസ് കുറച്ച് അമെൻഡ് ചെയ്ത് ചേർത്തത്. എന്നാലും അമെൻമെൻ്റ് എന്ന് പറഞ്ഞ പ്രൊസീജിയർ തന്നെ ഹ്യൂജായിട്ട് ആവശ്യമായിട്ട് വന്നു. ഏതിനകത്ത്? നമ്മുടെ ഇന്ത്യൻ എവിഡൻസ് ആക്ടിൻ്റെ കേസിൽ. അപ്പോൾ അങ്ങനെയാണ് അത് മൊത്തത്തിൽ അമെൻഡ് ചെയ്തിട്ട് പുതിയൊരു നിയമമായിട്ട് ഫോം ചെയ്തെടുത്തത്. അങ്ങനെയാണ് ഈ ഒരു നിയമം വന്നത്. ഓക്കെ, അപ്പോൾ ഇത് എന്താണ് പുതിയ നിയമത്തിൻ്റെ പ്രത്യേകതകളെന്ന് നോക്കാം. ഇറ്റ് പ്രൊവൈഡ്സ് ദാറ്റ് എവിഡൻസ് ഇൻക്ലൂഡ്സ് എനി ഇൻഫർമേഷൻ ഗിവൺ ഇലക്ട്രോണിക്കലി. ഈ എവിഡൻസ് എന്ന് പറയുമ്പോൾ ഏതൊരു ഇൻഫർമേഷനും ഇലക്ട്രോണിക്കലി കിട്ടുന്ന ഒരു ഇൻഫർമേഷനും കൂടെ എവിഡൻസിൻ്റെ പരിധിയിലേക്ക്, അതായത് ഇപ്പം നമുക്കൊരു വാട്സപ്പ് മെസ്സേജ് ആകാം, അതും എന്താണ്, വാട്സപ്പ് വോയിസ് ഡോക്യുമെൻ്റ് ആകാം, അതെല്ലാം എന്താണ്, എവിഡൻസിൻ്റെ ഭാഗമായിട്ട് ആയി വന്നു. വിച്ച് വുഡ് പെർമിറ്റ് അപ്പിയറൻസ് ഓഫ് വിറ്റ്നസ്, അക്യൂസ്ഡ്, എക്സ്പേർട്സ് ആൻഡ് വിക്ടിംസ് ത്രൂ ഇലക്ട്രോണിക് മീൻസ്. ഇപ്പം നമുക്കിപ്പം പ്രിസണിലുള്ള ആൾക്കാരെ എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അല്ലാതുള്ള അക്യൂസ്ഡിനെ ആയാലും വിക്ടിമിനെ ആയാലും ഒക്കെ ഇലക്ട്രോണിക് മോഡിലേക്ക് കൊണ്ടുവന്നിട്ട്, കാരണം നമ്മൾ ടെക്നോളജി അത്ര അഡ്വാൻസ് ചെയ്തല്ലോ, അപ്പോൾ ഇലക്ട്രോണിക് മോഡിലേക്ക് കൊണ്ടുവന്നിട്ട് അവരെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും,
കോടതിയുടെ മുമ്പാകെ അങ്ങനെ ഹാജരാക്കാൻ, അത് നമുക്ക് ആ സംവിധാനം തന്നെയാണ്, എന്നാലും കുറച്ചും കൂടെ സ്ട്രക്ചേർഡ് ആക്കാൻ കഴിയും. ഇറ്റ് പ്രൊവൈഡ്സ് ഫോർ അഡ്മിസിബിലിറ്റി ഓഫ് ആൻ ഇലക്ട്രോണിക് ഓർ ഡിജിറ്റൽ റെക്കോർഡ് ആസ് എവിഡൻസ് ഹാവിംഗ് ദി സെയിം ലീഗൽ എഫക്റ്റ്. ഇതിൽ അഡ്മിസിബിലിറ്റി എങ്ങനെയാണ്, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത്. ഇലക്ട്രോണിക് റെക്കോർഡ്സിൻ്റെ അഡ്മിസിബിലിറ്റി, ഒരു ഇലക്ട്രോണിക് ഡോക്യുമെൻറ്റ്സ് എങ്ങനെയാണ് അഡ്മിസിബിൾ ആക്കുന്നത്. ഹാവിംഗ് ദി സെയിം ലീഗൽ എഫക്റ്റ്, വാലിഡിറ്റി ആൻഡ് എൻഫോഴ്സിബിലിറ്റി ആസ് എനി അതർ ഡോക്യുമെന്റ്. മറ്റെന്ത് ഡോക്യുമെന്റിനുള്ള വാലിഡിറ്റിയും ഇലക്ട്രോണിക്കലി ഡോക്യുമെന്റ്സിന് കൊടുക്കാനായിട്ട് ഈ ഭാരതീയ സാക്ഷ്യ അധിനിയമത്തിന് കഴിയും. It seeks to expand the scope of secondary evidence to include, secondary evidence-ൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നു? copies made from original by mechanical processes, മെക്കാനിക്കൽ പ്രോസസ്സിലൂടെയുള്ള ഡോക്യുമെൻറ്റ്സ്, copies made from or compared with the original counterparts of documents as against the parties who did not execute them, and oral accounts of the contents of document given by some person who has himself seen it, and giving matching hash value of original record will be admissible as പ്രൂഫ് ഓഫ് എവിഡൻസ് ഇൻ ദി സെക്കൻഡറി എവിഡൻസ്. സെക്കൻഡറി എവിഡൻസ് എന്ന് പറഞ്ഞ ഒരു സംഗതിയിൽ കുറേ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചു. നമുക്ക് ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ നമുക്കറിയാം സെക്കൻഡറി എവിഡൻസ് എന്ന് പറയുന്നതിൽ ഉൾക്കൊള്ളിച്ചതിനേക്കാളും കുറേയും കൂടെ ടെക്നോളജിക്കൽ ഗ്രോത്ത് ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിച്ചു. ഇറ്റ് സീക്സ് ടു പുട്ട് ലിമിറ്റ്സ് ഓൺ ദി ഫാക്ട്സ് വിച്ച് ആർ അഡ്മിസിബിൾ ആൻഡ് ഇറ്റ്സ് സർട്ടിഫിക്കേഷൻ ആസ് സച്ച് ഇൻ ദി കോർട്സ്. അപ്പോൾ ഇതിൽ യൂണിഫോം റൂൾസ് ഓഫ് പ്രാക്ടീസ് കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞു. അതായത് നമുക്ക് എന്തൊക്കെയാണോ കോടതി മുമ്പായ ഹാജരാക്കാൻ പറ്റുന്ന അഡ്മിസിബിളായ ഡോക്യുമെൻറ്റ്സ്, ഇതിലേക്കൊക്കെ കുറച്ച് ഇമ്പോർട്ടൻസ് ആയിട്ട് കുറച്ചും കൂടെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് കാര്യങ്ങളെ ആഡ് ചെയ്യാനായിട്ട് നമ്മുടെ ഭാരതീയ സാക്ഷ്യ അധിനിയമത്തിനകത്ത് കഴിഞ്ഞു. അപ്പം നമുക്ക് കമ്പയർ ടു ഭാരതീയ ന്യായ സംഹിത ആൻഡ് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത, എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഒരുപാട് തരത്തിലുള്ള ഒരു ഭയങ്കരമായ ഡ്രാസ്റ്റിക് ചേഞ്ച് ഒന്നും നമുക്ക് ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ പറയാൻ പറ്റത്തില്ല. ഭാരതീയ സാക്ഷ്യ അധിനിയമത്തിൽ ഇന്ത്യൻ എവിഡൻസ് ആക്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് ഇല്ല. എന്നിരുന്നാലും സെക്ഷൻസ് കംപ്ലീറ്റ് മാറി. പക്ഷേ ഭാരതീയ ന്യായ സംഹിതയിലും ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലും ഡ്രാസ്റ്റിക് ചേഞ്ച് ആണുള്ളത്. പക്ഷേ നമ്മൾ അവിടെയാണ് ഏറ്റവും ഹെവി ടാസ്ക് എന്ന് പറയുന്നത്. അതിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ചേഞ്ചസ് നമ്മൾ കൃത്യമായിട്ട് നോട്ടീസ് ചെയ്തിട്ട് ഭാരതീയ സാക്ഷ്യ അധിനിയമവും ഇന്ത്യൻ എവിഡൻസ് ആക്റ്റും തമ്മിലുള്ള ചേഞ്ചസ് നമ്മൾ മനസ്സിലാക്കി ആ രീതിയിൽ സെക്ഷൻ ബൈ സെക്ഷനായിട്ട് നമ്മൾ അതിൽ സിലബസ് പ്രകാരം തന്നെ മൂവ് ചെയ്ത് പോകണം. കാരണം സെക്ഷൻസും കൂടെ നമ്മൾ സെക്ഷൻസ് നോക്കാതെ നമ്മൾ ജസ്റ്റ് തിയററ്റിക്കൽ ആസ്പെക്റ്റ് മാത്രം അതിൻ്റെ ഒരു ഓപ്പറേഷൻ നോക്കിയിട്ട് കാര്യമില്ല. സെക്ഷൻസും കൂടെ മനസ്സിലാക്കി വേണം ഇതിനകത്ത് പഠിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് കമ്പാരറ്റീവ് അനാലിസിസ് ഓഫ് ദി ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 ആൻഡ് ദി ഭാരതീയ സാക്ഷ്യ അധിനിയം 2023 എന്താ പറയുന്നത്? 2023 ഡിസംബർ 25 ഇതിന് അസൻറ്റിൽ കിട്ടുന്നത്. ഇത് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ ദി ഇയർ ഓഫ് ഡേറ്റ് ഓഫ് 1 ജൂലൈ 2024 ആണ്. അത് മറക്കരുത്. ഇത് പിന്നെ ഒരു കാര്യം, ഇത് 47th ആക്ട് ഓഫ് 2024 ആണ് കേട്ടോ. നമ്മുടെ ഈ ഭാരതീയ ന്യായ സംഹിത ഏതാ? 45th ആക്ട് ഓഫ് 2024 ആണ്. 45th ആക്ട് ഓഫ് 2023 ആണ് ഭാരതീയ ന്യായ സംഹിത. അതിൻ്റെ ആക്ട് നമ്പറാണ് ഈ പറയുന്നത്. 46th ആക്ട് ഓഫ് 2023 ആണ് എന്തെന്ന് പറയുന്നത്? ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത അഥവാ BNSS CRPCയുടെ റീപ്ലേസ് ചെയ്ത് വന്ന പുതിയ രൂപം. പിന്നീട് 47th നമ്മളിപ്പോൾ പഠിക്കുന്നത് 47th ആക്ട് ഓഫ് 2023 ആണ് ഭാരതീയ സാക്ഷ്യ അധിനിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ട് ഒന്ന് നോക്കാം. ഇത് ഇന്ത്യൻ എവിഡൻസ് ആക്ട് വാസ് എ കൊളോണിയൽ ഇറ ലെജിസ്ലേഷൻ that governed the law of evidence in India for over 150 years. 150 years ആണ് ശരിക്കും. 150 വർഷത്തോളം നമ്മുടെ ഇന്ത്യ 1872 അല്ലേ, 150 വർഷത്തോളം നമ്മുടെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്നു. അപ്പോൾ ഇത് എന്താണ്? കൊളോണിയൽ ലെജിസ്ലേഷൻ ആയിരുന്നു. 1872 ആ സമയത്തൊക്കെ ബ്രിട്ടൻസിൻ്റെ സമയമാണ്. ഒരു കൊളോണിയൽ ഇറയാണ് നമുക്ക് നടന്നുകൊണ്ടിരുന്നത്, അതറിയാം നമുക്ക്. ഇൻ 2023 ഇത് ഭാരതീയ സാക്ഷ്യ അധിനിയം BSI എന്ന് നമ്മൾ ചുരുക്കപ്പേരിൽ വിളിക്കും, വാസ് എനാക്റ്റഡ് ടു റീപ്ലേസ് ദ IEA. എന്ന് വെച്ച് കഴിഞ്ഞാൽ
എന്താണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട്? ആസ് പാർട്ട് ഓഫ് എ ബ്രോഡർ ക്രിമിനൽ ലോ റിഫോം ഇനീഷ്യേറ്റീവ് ദാറ്റ് ഓൾസോ സോ ദി റീപ്ലേസ്മെന്റ് ഓഫ് ദി ഇന്ത്യൻ പീനൽ കോഡ് ആൻഡ് ദി കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ. ദിസ് ഡോക്യുമെന്റ് പ്രസൻസ്. അപ്പോൾ ഇതിൽ ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് ഒരു കമ്പാരറ്റീവ് അനാലിസിസ് ആണ് ഇപ്പോൾ പറയാൻ പോകുന്നത്, അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഒബ്ജക്റ്റീവ് എന്താണെന്ന് നോക്കാം. നമുക്ക് ഇന്ത്യൻ എവിഡൻസ് ആക്ട്, നമ്മൾ കമ്പാരറ്റീവ് അനാലിസിസ് ആണ് നോക്കുന്നത്. ഇന്ത്യൻ എവിഡൻസ് ആക്ടിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഫോക്കസ്ഡ് ഓൺ കോഡിഫൈങ് ദ റൂൾസ് റിലേറ്റഡ് ടു എവിഡൻസ് ആപ്ലിക്കബിൾ ഇൻ ഇന്ത്യൻ കോഡ്സ്. അതായത് ഒരു കോഡിഫൈഡ് റൂൾസ് ആണ്, കോഡിഫൈ ചെയ്യുക. കോഡിഫൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംക്ഷിപ്ത രൂപം എല്ലാം കൂടെ കളക്ട് ചെയ്ത് കറക്റ്റ് രീതിയിൽ കൊണ്ടുവന്ന് പ്രസൻറ്റ് ചെയ്യുക. ഫോക്കസ്ഡ് ഓൺ കോഡിഫൈങ് ദ റൂൾസ് റിലേറ്റഡ് ടു എവിഡൻസ് ആപ്ലിക്കബിൾ ഇൻ ഇന്ത്യൻ കോഡ്സ്. ഇന്ത്യൻ കോടതികളിൽ ആപ്ലിക്കബിൾ ആകുന്ന എവിഡൻസിനെ എല്ലാം കൂടെ കളക്ട് ചെയ്ത് ഒരു കോഡിഫൈഡ് ആയിട്ട് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഇന്ത്യൻ എവിഡൻസ് ആക്ടിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ബേസ്ഡ് ലാർജ്ലി ഓൺ കോമൺ ലോ പ്രിൻസിപ്പിൾസ്. കോമൺ ലോ പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫോറിൻ ജഡ്ജ്മെൻറ്റ്സ്, ഫോറിൻ പ്രീസിഡൻസ്, അല്ലെങ്കിൽ നമ്മളുടെ ഇവിടുത്തെ പ്രീസിഡൻസ്, ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം. കാരണം നമുക്ക് പ്രത്യേകമായിട്ട് പാർലമെൻറ്റ് പാസ്സാക്കുന്ന ഒരു നിയമമാണെങ്കിൽ കൂടിയും കോമൺ ലോ പ്രിൻസിപ്പിൾസിനെ കൃത്യമായി കളക്ട് ചെയ്ത് കോഡിഫൈ ചെയ്ത് കാരണം നമുക്ക് എവിഡൻസ്, നമുക്ക് തെളിവ് വേണം അല്ലേ? തെളിവ് നിയമമാണ്. കോടതിയിലെ പ്രൊസീജിയറും പാർട്ടീസിൻ്റെ റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസും ഒക്കെ പറയാനായിട്ട് എന്തുണ്ടാവും? ഇപ്പോൾ ഇന്ത്യൻ പീനൽ കോഡ് നിലവിലുണ്ട്, പ്രൊസീജിയർ പറയാൻ CRPC ഉണ്ട്. അപ്പോൾ ഇതിനൊരു തെളിവ് വേണം, ഒരു തെളിവ് നിയമം വേണം. ആ തെളിവ് നിയമമായിട്ടാണ് നമ്മുടെ ഈ ഒരു ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്ന് പറഞ്ഞ ഒരു നിയമം 1872 കോമൺ ലോ പ്രിൻസിപ്പിൾസ് എല്ലാം കൂടെ കോഡിഫൈ ചെയ്ത് കൊണ്ടുവന്നത്. ഇനി BSA, നമ്മുടെ BSA എന്താ പറയുന്നത്? എയിംസ് ടു മോഡേണൈസ് ആൻഡ് സിംപ്ലിഫൈ ദ ലോ ഓഫ് എവിഡൻസ്, റിഫ്ലക്റ്റ് കോണ്ടംപററി പ്രാക്ടീസസ് ഇൻക്ലൂഡിങ് ഡിജിറ്റൽ എവിഡൻസ് ആൻഡ് അലൈൻ വിത്ത് ദി ഇന്ത്യൻ ലീഗൽ കൾച്ചറൽ കോണ്ടെക്സ്റ്റ്. ഇപ്പോൾ BSA എന്ന് പറയുമ്പോൾ മോഡേണൈസ് ചെയ്യുകയാണ്. അതായത് നമ്മൾ സിംപ്ലി നമ്മുടെ ടാസ്ക് മോഡിഫൈ ചെയ്യുന്നു. ലോ ഓഫ് എവിഡൻസിൻ്റെ കാര്യത്തിൽ മോഡേണൈസ് ആൻഡ് സിംപ്ലിഫൈ ദ ലോ ഓഫ് എവിഡൻസ്, റിഫ്ലക്റ്റ് കോണ്ടംപററി പ്രാക്ടീസസ് ഇൻക്ലൂഡിങ്. നമുക്കിപ്പോൾ ഡിജിറ്റൽ എവിഡൻസിന് നമുക്ക് ടെക്നോളജി എത്രയോ വാസ്റ്റായിട്ടാണ് നമ്മളുടെ ഉപയോഗം നടക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു കുറ്റകൃത്യം നടക്കുന്നു, ഒരു മർഡർ നടക്കുകയാണ്, ഒരു മർഡർ നടക്കുമ്പോൾ നമ്മളത് ഒളിച്ചു നിന്ന് കാണുകയാണ്. നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഫോണിൽ അത് കംപ്ലീറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യാം. അപ്പോൾ അതൊരു ഡിജിറ്റൽ എവിഡൻസ് ആയി. പക്ഷേ ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ കുറേ കോമൺ ലോ പ്രിൻസിപ്പിൾസും അന്ന് കോമൺ ലോ ജഡ്ജ്മെൻറ്റ്സും അന്ന് നടന്നുകൊണ്ടിരുന്ന സംഗതികളുടെ അടിസ്ഥാനമാക്കി എന്ത് ചെയ്യുക? ഒരു കുറ്റം ഇങ്ങനെയാണ് ശിക്ഷ വിധിക്കുന്നത്, കോടതികളുടെ വിധിന്യായങ്ങൾ. പക്ഷേ അതിന് പകരം ഡിജിറ്റൽ എവിഡൻസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു മോഡേണൈസ്ഡ് ആയിട്ടുള്ള കോണ്ടംപററി സിറ്റുവേഷനിൽ ആവശ്യമുള്ള ഒരു നിയമമാണ് നമ്മുടെ ഭാരതീയ സാക്ഷ്യ അധിനിയം എന്ന് പറയുന്നത്. ആൻഡ് അലൈൻ വിത്ത് ദി ഇന്ത്യൻ ലീഗൽ കോണ്ടെക്സ്റ്റ്. നമ്മുടെ ഇന്ത്യയിലുള്ള കോണ്ടെക്സ്റ്റ്, നമുക്ക് നിയമം എപ്പോഴും കാലോചിതമായിരിക്കണം. അതിപ്പോൾ ഏത് നിയമമായാലും, ഇന്ത്യൻ എവിഡൻസ് ആക്ട് ആയാലും, ഭാരതീയ സാക്ഷ്യ അധിനിയമമായാലും, ഭാരതീയ ന്യായ സംഹിതയായാലും എല്ലാം കാലോചിതമായിരിക്കണം അല്ലേ? നമുക്ക് എപ്പോഴും കാലത്തിനനുസൃതമായിട്ടാണ് നിയമം ഉണ്ടാവേണ്ടത്. ശരിക്കും നമ്മൾ ഈ ഒരു 2025 ജീവിക്കുന്നു. ഈ 2025 ജീവിക്കുമ്പോൾ അങ്ങ് 80s എങ്ങനെയാണോ ലൈഫ് സ്റ്റൈൽ ഉണ്ടായിരുന്നത് അതിനെ കവർ ചെയ്യുന്ന ഒരു നിയമം അല്ല നമുക്ക് ആവശ്യം. നമുക്ക് ഇപ്പോഴത്തെ പ്രസന്റ് സിനാറിയോ എന്താണോ, പ്രസന്റ് കുറ്റകൃത്യങ്ങൾ എന്താണോ, ഇപ്പം നമുക്ക് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാരതീയ ന്യായ സംഹിതയിൽ മുൻപ് ഓർഗനൈസ്ഡ് ക്രൈം എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഒന്നും ഉണ്ടായിരുന്നില്ല. മോബ് ലിഞ്ചിങ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പുതിയ കുറ്റകൃത്യങ്ങൾ അതിനെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്താണ്? ആൾക്കൂട്ട അതിക്രമമാണ്. അപ്പോൾ അതിൻ്റെ ഡെത്ത് വരുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സിൻഡിക്കേറ്റ് ക്രൈം, അതുപോലെ തന്നെ ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് മുന്നേ നമുക്ക് UAPA ഉണ്ടായിരുന്നത്. 1967 UAPA ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് ഭാരതീയ ന്യായ സംഹിതയിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ക്രൈംസിൻ്റെ എണ്ണം കൂട്ടേണ്ടുന്നത് നിലവിലത്തെ സിറ്റുവേഷനിൽ അത് ആവശ്യമാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സംവിധാനം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ കാലത്തിനനുസൃതമായിട്ട്, കാലോചിതമായിട്ട് തന്നെ
എന്ത് ചെയ്തു, ഈ നിയമങ്ങൾക്ക് എല്ലാം പ്രസക്തി വന്നു. മനസ്സിലായല്ലോ? അങ്ങനെ ഈ BSIക്കും ഭാരതീയ സാക്ഷി അധിനിയത്തിലും ഡിജിറ്റൽ എവിഡൻസ് ഇപ്പോൾ ഒരുപാട്, ഇപ്പം നമ്മൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ എന്ത് കുറ്റകൃത്യം നടന്നാലും മുൻപ് നമുക്ക് ആവശ്യം ഉണ്ടായിരുന്നത് പ്രതിയെ കൊണ്ടുപോവുക, ഡിസ്കവറി നടത്തുക, പ്രതി പറയുന്നത് എന്താണോ അതിനെ എവിടെയാണ് ഒളിപ്പിച്ചതെന്ന് നോക്കുക, എന്താണ് അയാൾക്കിത് ചെയ്യാനുള്ള മോട്ടീവെന്ന് അയാളിൽ നിന്ന് തന്നെ നമ്മൾ ചോദിച്ചു മനസ്സിലാക്കുന്നു. ബട്ട് ഇപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ? ഇപ്പോൾ എന്താണ് ആവശ്യമില്ലെന്നല്ല പറയുന്നത്, നമുക്ക് ആസ് എ പ്രോസസ്സ് അതെല്ലാം ആവശ്യമാണ്. പ്രൊസീജിയറലായിട്ടുള്ള കാര്യങ്ങൾ കംപ്ലൈ ചെയ്യുന്നതിന് ആ പ്രോസസ്സ് എല്ലാം ആവശ്യമാണ്. എന്നിരുന്നാൽ തന്നെയും ഇപ്പം നമുക്കത് എന്താ വേണ്ടുന്നത്? ഇപ്പം നമുക്ക് ആ വ്യക്തിയുടെ മൊബൈൽ ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോലീസ് ഫസ്റ്റ് തന്നെ അറസ്റ്റ് നടത്തുന്നതിന് മുൻപായിട്ടോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്തതിന് ശേഷമോ തെളിവ് നശിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ? പൂർണ്ണമായിട്ടും എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിയുടെ ഫോണ് നമുക്ക് പരിശോധിക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ കഴിയും എന്തൊക്കെയാണ് സെർച്ച് ചെയ്തത്, എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മോട്ടീവ്. നമുക്ക് എത്രയധികമെങ്കിലും കുറ്റകൃത്യങ്ങൾ നമ്മൾ അങ്ങനെയാണ് പ്രൂവ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആ ഒരു എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഈ ഡിജിറ്റൽ എവിഡൻസിന് അത്രയധികം പ്രാധാന്യം ഇപ്പോൾ ഉണ്ട്. പണ്ട് നമ്മൾ ഒഫൻസ് നടക്കുമ്പോൾ ആ വ്യക്തിയോട് ചോദിച്ച് മനസ്സിലാക്കണം, പലതരത്തിലുള്ള കാര്യങ്ങൾ ഒരുപാട് പ്രോസസ്സ് ഹെവി ആയിട്ട് യൂസ് ചെയ്യേണ്ടി വന്നിരുന്നു അന്ന്. പക്ഷേ ഇപ്പോഴത്തെ കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള സംവിധാനമാണ് നമുക്ക് ഈ ഭാരതീയ സാക്ഷ്യ അധിനിയം വഴി കിട്ടുന്നത്. ഓക്കെ, ഇതിൻ്റെ ഒരു സ്ട്രക്ചറും ഓർഗനൈസേഷനുമാണ് നോക്കുന്നത്. ഇന്ത്യൻ എവിഡൻസ് ആക്ട് ആണെങ്കിൽ 11 ചാപ്റ്റർ ഉണ്ടായിരുന്നു. ഓക്കെ, 11 ചാപ്റ്റർ ആയിരുന്നു ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഉണ്ടായിരുന്നത്. ഓക്കെ, 11 ചാപ്റ്റർ ആയിരുന്നു. 11 ചാപ്റ്റർ ആയിരുന്നു നമുക്ക് ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ ഉണ്ടായിരുന്നത്. 167 സെക്ഷൻസേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ നമുക്ക് BSI ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഞാനതിൽ BSIയിലെ ചാപ്റ്റർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചാപ്റ്റർ നിലവിലുള്ളത് 11 ചാപ്റ്ററാണ്. 11 ചാപ്റ്ററിനെ കാണിച്ചിട്ടുണ്ടെങ്കിലും പാർട്ട് 4 പാർട്ടാണ് നമുക്ക് ഇതിനകത്തുള്ളത്. ഓക്കെ, പാർട്ട് 4. ഓക്കെ, ഇത് ഒന്ന് ക്ലിയർ ചെയ്യണം. ഇത് നിങ്ങൾ നോക്കിയാൽ മതി. നമുക്ക് 170 സെക്ഷൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ ഭാരതീയ സാക്ഷി അധിനിയത്തിൽ 170 സെക്ഷൻസ് ആണുള്ളത്. മുൻപ് 167 സെക്ഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് 3 സെക്ഷൻ കൂടെ കൂടി. പക്ഷെ 3 സെക്ഷൻ കൂടിയെങ്കിലും അതിനകത്ത് കണ്ടൻസിലൊക്കെ പലതിനും മാറ്റം വന്നിട്ടുണ്ട്. ഇനി കീ ചേഞ്ചസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ BSI. എന്തൊക്കെയാണ് കീ ചേഞ്ചസ്? ടെർമിനോളജി ആൻഡ് ലാംഗ്വേജ്. നോക്കിയേ, ടെർമിനോളജി ആൻഡ് ലാംഗ്വേജ്. BSI യൂസസ് ജെൻഡർ ന്യൂട്രൽ ആൻഡ് സിംപ്ലിഫൈഡ് ലാംഗ്വേജ്. BSIയിൽ ജെൻഡർ ന്യൂട്രൽ ആയിട്ടും സിംപ്ലിഫൈഡ് വേർഡ്. കാരണം എവിഡൻസ് ആക്ട് നമുക്കറിയാം വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, അതിൽ പ്രൂവ്ഡ് നോട്ട് പ്രൂവ്ഡിലൊക്കെ കുറേയധികം എങ്കിലും യൂറിസ്റ്റുകളൊക്കെ ഒബ്ജക്റ്റ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. കാരണം അതിൽ ചില അപാകതകൾ റെക്ടിഫിക്കേഷൻസ് വരുത്തേണ്ടതായിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ. പക്ഷെ നമുക്കിപ്പോൾ BSI വന്നപ്പോഴത്തേക്കും ആ റെക്ടിഫൈ ചെയ്തിട്ടാണ് നമുക്ക് വന്നിരിക്കുന്നത്. നിങ്ങൾ എടുത്ത് വായിച്ചാൽ മതി. പ്രൂവ്ഡ് നോട്ട് പ്രൂവ്ഡ് ഏരിയയിലൊക്കെ ഇന്ത്യൻ എവിഡൻസ് ആക്റ്റും കയ്യിൽ വെക്കണം, ഭാരതീയ സാക്ഷി അധിനിയവും കയ്യിൽ വെക്കണം. അതിലെന്താണ് ചേഞ്ചസ് ഉള്ളതെന്ന് നോക്കണം. ചേഞ്ചസ് ഉണ്ട് രണ്ടിനകത്തും. ഓക്കെ, BSI കുറച്ചും കൂടെ ജെൻഡർ ന്യൂട്രൽ ആക്കി. കാരണം നമുക്ക് BNS ജെൻഡർ ന്യൂട്രൽ അല്ലേ. മുൻപ് നമുക്ക് വോയറിസവും സ്റ്റോക്കിങ്ങും ഒക്കെ നടത്തേണ്ടുന്നത് പറഞ്ഞിരുന്നത് അങ്ങനെ പറഞ്ഞിരുന്നത് ഇപ്പോൾ ഹൂവർ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും, സ്ത്രീക്കോ പുരുഷനോ ട്രാൻസ്ജെൻഡറോ ഏത് വിഭാഗം വേണമെങ്കിലും അതിനകത്ത് ഉൾക്കൊള്ളാൻ പറ്റും. അതുപോലെ തന്നെ ജെൻഡർ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ മുന്നേ BSIയിൽ ഇന്ത്യൻ പീനൽ കോഡിൽ ജെൻഡറിൽ എന്താ ഉൾപ്പെട്ടിരുന്നത്? ജെൻഡർ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ ഫീമെയിൽ മെയിലാണ് ഉൾപ്പെട്ടിരുന്നത്. പക്ഷേ ഭാരതീയ ന്യായ സംഹിത വന്നപ്പോഴത്തേക്കും ഈ ജെൻഡർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ എന്ത് വന്നു? ഫീമെയിൽ വന്നു, മെയിൽ വന്നു. അത് മുൻപ് ഉണ്ടായിരുന്ന തന്നെയാണ്. ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞൊരു ഭാഗം കൂടി കൂട്ടിച്ചേർത്തു, തേർഡ് ജെൻഡറിനെയും കൂടെ കൂട്ടിച്ചേർത്തു. അത് എന്ത് പ്രൊവിഷൻ്റെ അടിസ്ഥാനത്തിലാണ്? നമ്മളുടെ ട്രാൻസ്ജെൻഡർ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ആക്ട് എന്ന് പറഞ്ഞിട്ട് 2019 ഒരു ആക്ട് നിലവിൽ വന്നിട്ടുണ്ട്. ആ ആക്ടും കൂടെ അതിനകത്ത് ആഡ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ജെൻഡറിൽ
ഈ 3 കാറ്റഗറി ആയിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് മാത്രമല്ല ഒഫൻസുകൾ കുറച്ചും കൂടെ എല്ലാത്തിലും ജെൻഡർ ന്യൂട്രൽ. ഇപ്പോൾ ചൈൽഡ് ആയാൽ കൂടി ചൈൽഡ് എനി പേഴ്സൺ ബിലോ ദി ഏജ് ഓഫ് 18 years ആണ് പറയുന്നത്. 18 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും എന്താണ് ചൈൽഡ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരുന്നതായിട്ടാണ് നമുക്ക് പുതിയ നിയമത്തിൽ മാറ്റങ്ങൾ വന്നിരിക്കുന്നത്. അപ്പം ആ ഒരു BNS വന്നിരിക്കുന്ന മാറ്റങ്ങളെല്ലാം ഭാരതീയ സാക്ഷി അധിനിയമത്തിനെയും അഫക്റ്റ് ചെയ്യുമല്ലോ. അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത. BSA യൂസസ് ജെൻഡർ ന്യൂട്രൽ ആൻഡ് സിംപ്ലിഫൈഡ് ലാംഗ്വേജ്, ഒബ്സലേറ്റ് ആൻഡ് കൊളോണിയൽ ടേംസ് ലൈക്ക് ബ്രിട്ടീഷ് ഇന്ത്യ ആൻഡ് റെഫറൻസ് ടു ഇംഗ്ലീഷ് ലോ ഹാവ് ബീൻ റിമൂവ്ഡ്. അപ്പം ഇത് കുറച്ച് കട്ടിക്കായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഒബ്സലേറ്റ് ആൻഡ് കൊളോണിയൽ ടേംസ് ലൈക്ക് ബ്രിട്ടീഷ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ വാക്കുകൾ. കാരണം ഇപ്പം നമുക്ക് ബ്രിട്ടീഷിൻ്റെ ഭരണാധികാരത്തിലുള്ളതല്ലല്ലോ, നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആണ് അല്ലേ, നമ്മുടെ ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ ഇന്ത്യയുടെ നമ്മുടെ കൺസെപ്റ്റ് എന്താ? അതുകൊണ്ടാണ് ഞാനിവിടെ ഒബ്സലേറ്റ് എന്നൊക്കെ എഴുതിയത്. അത് വേറെ ഒന്നും വിചാരിക്കണ്ട. നമ്മുടെ ഇപ്പോഴത്തെ കൺസെപ്റ്റ് എന്താണ്? നമ്മുടെ കൺസെപ്റ്റ് സോവറൻ ആണല്ലേ. നമുക്ക് പ്രിയാമ്പിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ പറയുന്നത് സോവറൻ ഫീച്ചറായിട്ടാണ് നമ്മുടെ ഇന്ത്യയെ പറയുന്നത്. അപ്പോൾ സോവറൻ എന്ന് വെച്ചാൽ എന്താ? ദർ ഈസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ടു കൺട്രോൾ ദി നേഷൻ. ഇന്റേണൽ സോവറിറ്റിയും എക്സ്റ്റേണൽ സോവറിറ്റിയും നമുക്കുണ്ട്. അപ്പം നമുക്ക് ഇപ്പോൾ ഒരു ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു വേർഡിങ്സ് ഒന്നും നമ്മുടെ നിയമത്തിൽ ആവശ്യമില്ല. കാരണം നമുക്കിപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊളോണിയൽ ടേംസ്, ബ്രിട്ടീഷ് ഇന്ത്യ, റെഫറൻസ് ടു ഇംഗ്ലീഷ് ലോ, ഇതൊക്കെ എടുത്തു മാറ്റി. പക്ഷേ എത്ര റെഫറൻസ് ടു ഇംഗ്ലീഷ് ലോ എന്ന് പറഞ്ഞൊരു സംഭവം എടുത്തു മാറ്റിയിരുന്നാലും നമ്മളുടെ ആ വേരുകൾ അവിടെയാണ്. അപ്പോൾ അത് അവിടെ ആഴത്തിലുള്ളത് കൊണ്ട് തന്നെ അതിൽ കുറച്ചധികം പൂർണ്ണമായിട്ടും അതങ്ങ് മാറിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ടത് മാറിയെന്നങ്ങ് പറയാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി ഡിജിറ്റൽ ആൻഡ് ഇലക്ട്രോണിക് എവിഡൻസിൽ വന്ന ചേഞ്ചസ് ആണ് പറയുന്നത്. BSA പ്ലേസസ് എ ഗ്രേറ്റർ എംഫസിസ് ഓൺ ഇലക്ട്രോണിക് എവിഡൻസ്. ഈ ഇലക്ട്രോണിക് എവിഡൻസിന് ഭാരതീയ സാക്ഷി അധിനിയമം ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇൻക്ലൂഡിങ് ദി അഡ്മിസിബിലിറ്റി ഓഫ് ഇലക്ട്രോണിക് റെക്കോർഡ്സിൻ്റെ അഡ്മിസിബിലിറ്റി, അതുപോലെ തന്നെ ഡിജിറ്റൽ ഡിവൈസസ്. ഈ ഡിജിറ്റൽ ഡിവൈസസിനൊക്കെ വളരെയധികം പ്രാധാന്യം നമുക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? BSA കൊടുക്കുന്നുണ്ട്. അപ്പം ഇലക്ട്രോണിക് എവിഡൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് നമുക്കിപ്പം മെമ്മറി കാർഡ്, അതുപോലെ തന്നെ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങൾ, വാട്സപ്പ് ഡോക്യുമെൻറ്റ്സ്, വാട്സപ്പ് ഇമേജസ്, അതുപോലെ തന്നെ വാട്സപ്പ് വോയിസ് ഡോക്യുമെൻറ്റ്സ്, ഇതെല്ലാം എന്താണ്? ഇലക്ട്രോണിക് എവിഡൻസിൽ പെടുന്നതാണ്. അപ്പോൾ അതിൻ്റെ അഡ്മിസിബിലിറ്റി, ഇതെല്ലാം തന്നെ അഡ്മിസിബിൾ ആണെന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് വന്നു കഴിഞ്ഞു. പ്രൊവിഷൻസ് ഫോർ ഹാഷ് വാല്യൂസ്, മെറ്റാഡേറ്റ ആൻഡ് സെക്യൂർ ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് ആർ എക്സ്പ്ലിസിറ്റ്ലി ഇൻക്ലൂഡഡ്. DS ഒക്കെ നമുക്ക് ഡിജിറ്റൽ സിഗ്നേച്ചർ ഒന്നും മുന്നേ ഇൻക്ലൂഡ് ചെയ്തിരുന്നില്ല. DS എല്ലാം നമുക്കിതിനകത്ത് ആപ്ലിക്കബിൾ ആണ്. പിന്നെ അഡ്മിസിബിലിറ്റി ആൻഡ് റെലവൻസ്. എന്താണ് അഡ്മിസിബിലിറ്റിയും റെലവൻസും? നമ്മളുടെ ഇതിൽ ദ കോർ പ്രിൻസിപ്പിൾ ഓഫ് അഡ്മിസിബിലിറ്റി ആൻഡ് റെലവൻസ് റിമെയിൻ കൺസിസ്റ്റൻറ്റ്. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ് ഏതിനകത്തുള്ളത്? നമുക്ക് ഈ ഭാരതീയ സാക്ഷി അധിനിയമത്തിനകത്തുള്ളത്. ബട്ട് BSA ഇൻട്രൊഡ്യൂസസ് ക്ലാരിറ്റി. പക്ഷേ അതിനകത്ത് കുറച്ച് ക്ലാരിറ്റി കൊണ്ടുവരാനായിട്ട് BSAക്ക് കഴിഞ്ഞു. ഇപ്പം നമുക്ക് റെലവൻറ്റ് ഫാക്ട് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എവിഡൻസ് ആക്ടിലും BSAയിലും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അഡ്മിസിബിലിറ്റി ഓഫ് ഡോക്യുമെൻറ്റ്സ്, അഡ്മിഷൻസ്, ഇതിനകത്തൊക്കെ എന്ത് ചെയ്തു? ഈ BSA എന്ന് പറയുന്നത് കുറച്ച് ക്ലാരിറ്റി കൊണ്ടുവന്നു. ക്ലാരിറ്റിയും ക്ലാസിഫിക്കേഷനും, അതിൻ്റെ എക്സ്പ്ലനേഷനിൽ കുറച്ച് ക്ലാരിഫിക്കേഷനും ഒക്കെ കൊണ്ടുവന്നു. ബെറ്റർ ഡെഫിനിഷൻസ് ആൻഡ് എക്സാമ്പിൾസ് ഫോർ ഈസിയർ അണ്ടർസ്റ്റാൻഡിങ്. നമുക്ക് കുറച്ചും കൂടെ ഈസിയർ ആയിട്ട് അണ്ടർസ്റ്റാൻഡിങ്, കുറച്ച് ലാംഗ്വേജ്, ഇതിൻ്റെ പ്രത്യേകത. ഇങ്ങനൊരു നിങ്ങൾ സംശയിക്കേണ്ട ഇത് എന്താണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നതെന്ന്. കാരണം ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ ലാംഗ്വേജ് കുറച്ച് കട്ടി ലാംഗ്വേജ് ആണ്. കാരണം ആസ് എ ഒരു ലേമാനൊന്നും ഒരിക്കലും എടുത്ത് വായിച്ചാൽ നിയമം പൊതുവെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു എന്തിൻ്റെ കേസിൽ? ഇന്ത്യൻ എവിഡൻസ് ആക്ട്. ഒരുപാട് നമുക്കറിയാം, എവിഡൻസ് ആക്ട് നമ്മൾ കൈകാര്യം ചെയ്തിട്ടുള്ള സബ്ജക്റ്റാണ്. ആ സബ്ജക്റ്റ് പെട്ടെന്ന് അങ്ങോട്ട് അനലൈസ് ചെയ്യാനോ ഗ്രാസ്പ് ചെയ്യാനോ നമുക്ക് IPC വായിക്കുന്ന പോലെയോ CRPC വായിക്കുന്ന പോലെയോ എവിഡൻസ് ആക്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ കുറച്ച് ടഫായിട്ട്, അതാണ് ഞാൻ ക്ലാസ് തുടങ്ങിയപ്പോഴും പറഞ്ഞത്, കുറച്ച് ടഫായിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ അങ്ങനെ ടഫായിട്ടുള്ള ആ ഒരു ഏരിയ കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ആർക്ക് കഴിഞ്ഞു? നമ്മുടെ ഭാരതീയ സാക്ഷ്യ അധിനിയമത്തിന് കഴിഞ്ഞു എന്നാണ് അവകാശപ്പെടുന്നത്. പ്രിസംഷൻസ് ആൻഡ് ബേർഡൻ ഓഫ് പ്രൂഫ്. നമുക്കിപ്പോൾ മേ പ്രസ്യൂം, ഷാൾ പ്രസ്യൂം, കൺക്ലൂസീവ് പ്രൂഫ്, ഈ കൺസെപ്റ്റുകളൊക്കെ നമ്മൾ പഠിക്കാനുള്ളതാണ് ഇനി. അത്
അപ്പോൾ ഇത് അതുപോലെ തന്നെ ബേർഡൻ ഓഫ് പ്രൂഫ്, ഒരു കുറ്റകൃത്യത്തിൽ ബേർഡൻ ഓഫ് പ്രൂഫ് ആർക്കാണ് വരുന്നത്, ലെജിറ്റിമസിയുടെ ബേർഡൻ ഓഫ് പ്രൂഫ് ആർക്കാണുള്ളത്, ഇങ്ങനെയൊക്കെയുള്ള കുറേ അധികം കാര്യങ്ങൾ നമ്മൾ ഏതിനകത്ത് ഡിസ്കസ് ചെയ്തിരുന്നു, നമ്മൾ ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ റീട്രൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. അതോടൊപ്പം തന്നെ മോസ്റ്റ് ഓഫ് ദി പ്രിസംഷൻസ് അണ്ടർ ദി ഇന്ത്യൻ എവിഡൻസ് ആക്ട് ആർ റീറ്റൈൻഡ്. അത് റീറ്റൈൻ ചെയ്തു, ഞാൻ പറഞ്ഞില്ലേ റീട്രൈറ്റ് ചെയ്തിട്ടുള്ളതാണ്. ക്ലിയർ ആർട്ടിക്കുലേഷൻ, അതിലൊരു കുറച്ച് ക്ലാരിറ്റി കൊണ്ടുവന്നു, BSIയിൽ കുറച്ചധികം ക്ലാരിറ്റി കൊണ്ടുവന്നു. ദ ബർഡൻ ഓഫ് പ്രൂഫ് ഫ്രെയിംവർക്ക് റിമൈൻസ് ഇൻടാക്ട് വിത്ത് മൈനർ റിഫൈൻമെൻറ്റ്സ്, കുറച്ചധികം ചേഞ്ചസ് കൊണ്ടുവന്നിട്ട് ബർഡൻ ഓഫ് പ്രൂഫിലൊക്കെ കുറച്ച് മാറ്റങ്ങളാണ് അതിനകത്ത് വരുത്തിയത്. അതൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ കൂടുതലായിട്ട് മനസ്സിലാക്കും. അപ്പോൾ ഇതിൽ വിറ്റ്നസസ് ആൻഡ് എക്സാമിനേഷൻ എന്നുള്ളൊരു പോർഷൻ ഉണ്ട്. നമ്മുടെ BSIയിൽ പുതുതായിട്ട് മുന്നേ ഉണ്ടായിരുന്നതാണ്. ഇന്ത്യൻ എവിഡൻസ് ആക്ടിലും വിറ്റ്നസിനെ കുറിച്ചും എക്സാമിനേഷനെ കുറിച്ചും നമുക്കറിയാമല്ലോ. ക്രോസ് എക്സാമിനേഷൻ, ചീഫ് എക്സാമിനേഷൻ, വിറ്റ്നസിനെ എങ്ങനെ എക്സാമിൻ ചെയ്യണം, റീ ചെയ്യണമെങ്കിൽ എങ്ങനെയാണ്, റീ കൊടുക്കുന്നത് എങ്ങനെയാണ്, റീയുടെ ആവശ്യം ഏതൊക്കെ സാഹചര്യങ്ങളിലാണ്, അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ BSI സിംപ്ലിഫൈസ് പ്രൊവിഷൻസ് റിലേറ്റഡ് ടു കോമ്പിറ്റൻസി ഓഫ് വിറ്റ്നസസ് ആൻഡ് ഇൻട്രൊഡ്യൂസസ് റിഫോംസ് ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് വൾണറബിൾ വിറ്റ്നസസ്. ഇതിന് കുറച്ചും കൂടെ വിറ്റ്നസസിന് പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട്, ഇപ്പം വിറ്റ്നസസിനോട് ചോദിക്കേണ്ടുന്ന ക്വസ്റ്റ്യൻ അവരോട് അത് ഏത് രീതിയിലായിരിക്കണം, അതിലൊക്കെ കുറച്ച് ചേഞ്ചസ് BSIയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ സിംപ്ലിഫൈ ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സിംപ്ലിഫൈ, ആ പ്രൊവിഷൻസ് സിംപ്ലിഫൈ ചെയ്തു. റിലേറ്റഡ് ടു കോമ്പിറ്റൻസി, വിറ്റ്നസിൻ്റെ കോമ്പിറ്റൻസിയെ കുറിച്ച്, ഇൻട്രൊഡ്യൂസസ് റിഫോംസ് ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് വൾണറബിൾ വിറ്റ്നസസ്, അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുക, വൾണറബിൾ വിറ്റ്നസസിനെ പ്രൊട്ടക്ഷൻ എങ്ങനെയാണ് കൊടുക്കുന്നത്, അതിലൊക്കെ കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്. പ്രൊവിഷൻസ് ഫോർ വീഡിയോ കോൺഫറൻസിങ്, എന്താണ് വീഡിയോ കോൺഫറൻസിങ്ങിനുള്ള പ്രൊവിഷൻസ് ആൻഡ് റിമോട്ട് ടെസ്റ്റിമണി ആർ കോഡിഫൈഡ്, ഇതിനെല്ലാം കൂടെ കോഡിഫൈ ചെയ്തു. ഇപ്പോൾ നമുക്ക് VC വഴി, വീഡിയോ കോൺഫറൻസ് വഴി നമുക്കറിയാം, ഡ്യൂ ടു കോവിഡ് പാൻഡമിക് നമ്മുടെ കോടതികളെല്ലാം എന്തായിരുന്നു, ആ സമയത്ത് വിറ്റ്നസിനെ ഹാജരാക്കുന്നതായാലും വിക്ടിമിനെ ഹാജരാക്കുന്നതായാലും അക്യൂസ്ഡിനെ പ്രസൻറ്റ് ചെയ്യുന്നതെല്ലാം എന്ത് വഴിയായിരുന്നു, വീഡിയോ കോൺഫറൻസിങ് വഴിയായിരുന്നു. അപ്പോൾ ഈ വീഡിയോ കോൺഫറൻസിങ്ങിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സംവിധാനങ്ങളാണ് നമ്മളുടെ, അതൊക്കെ കോഡിഫൈ ചെയ്തുകൊണ്ടുള്ള പ്രൊസീജിയേഴ്സാണ് ഏതിനകത്ത് വന്നിരിക്കുന്നത്, ഭാരതീയ സാക്ഷ്യ അധിനിയമത്തിനകത്ത് വന്നിരിക്കുന്നത്. നോട്ടബിൾ സെക്ഷൻ വൈസ് കമ്പാരിസൺ ആണ് ഇനി പറയാനുള്ളത്. എന്താണ് നോട്ടബിൾ ആയിട്ടുള്ള ചേഞ്ചസ്? ഇത് ജസ്റ്റ് നിങ്ങൾക്കൊരു ഇൻട്രൊഡക്ടറി പാർട്ടായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാനും, കാരണം നമ്മൾ ഡയറക്റ്റ് ഒരു പുതിയ നിയമമാണ്, ആ പുതിയ നിയമം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അക്സെപ്റ്റ് നമ്മൾ ആ പ്രിൻസിപ്പിൾസ് എല്ലാം നമുക്കൊന്ന് അക്സെപ്റ്റ് ആവുന്നതിന് മുമ്പ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കമ്പാരറ്റീവ് അനാലിസിസ് തന്നെ വെച്ചത്. അപ്പം സെക്ഷൻ 3 ഓഫ് ദി ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ ഇന്റർപ്രിട്ടേഷൻ ക്ലോസിൽ കറസ്പോണ്ട്സ് ടു സെക്ഷൻ 2 ഓഫ് BSI എക്സ്പാൻഡഡ് ഡെഫിനിഷൻസ് ആണ് നമുക്ക് ഉള്ളത്. ഇപ്പൊ സെക്ഷൻ 3ലായിരുന്നു ഇന്റർപ്രിട്ടേഷൻ ക്ലോസ് ആയിട്ട്. ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരം ഇന്റർപ്രിട്ടേഷൻ ക്ലോസ് എന്ന് പറയുന്നത് സെക്ഷൻ 3 ആണ്. ആ സെക്ഷൻ 3ൽ ഡെഫിനിഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ സെക്ഷൻ 2ലാണ്, BSIയിൽ സെക്ഷൻ 2ലാണ് ഒരു എക്സ്പാൻഡഡ് ഡെഫിനിഷൻസിലേക്കാണ് നമ്മൾ കടന്നിട്ടുള്ളത്. ഓക്കെ, സെക്ഷൻ 65B ഓഫ് ഇന്ത്യൻ എവിഡൻസ് ആക്ട്, ഇന്ത്യൻ എവിഡൻസ് ആക്ടിന്റെ സെക്ഷൻ 65B, അതായത് അഡ്മിസിബിലിറ്റി ഓഫ് ഇലക്ട്രോണിക് റെക്കോർഡ്സിന്റെ അഡ്മിസിബിലിറ്റി, അതിലൊരു എക്സ്പാൻഡഡ് ആയിട്ടും ക്ലാരിഫൈഡ് ആയിട്ടും ഉള്ള ഒരു സ്പെസിഫിക് സബ്സെക്ഷൻ വൈസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഭാരതീയ സാക്ഷ്യ അധിനിയം കൈകാര്യം ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അഡ്മിസിബിലിറ്റി ഓഫ് ഇലക്ട്രോണിക് റെക്കോർഡ്സ് എന്ന് പറഞ്ഞ ആ ഒരു ഭാഗം ഏതിനകത്ത് പറഞ്ഞിരുന്നത്, ഇന്ത്യൻ എവിഡൻസ് ആക്ടിനകത്ത് പറഞ്ഞിരുന്നത് കുറച്ചും കൂടെ എക്സ്പാൻഡഡ് ആയിട്ടും ക്ലാരിഫൈഡ് ആയിട്ടും BSIയിൽ ഭാരതീയ സാക്ഷ്യ അധിനിയത്തിൽ പറഞ്ഞിട്ടുണ്ട്. സെക്ഷൻ 118 മുതൽ 134 വരെ, ഇന്ത്യൻ എവിഡൻസ് ആക്ടിന്റെ സെക്ഷൻ 118 മുതൽ 134 വരെ വിറ്റ്നസിന്റെ പ്രൊവിഷനാണ് പറഞ്ഞിരുന്നത്. ആർ റീസ്ട്രക്ചർഡ് അണ്ടർ BSI. ഇതിൽ റീസ്ട്രക്ചർ ചെയ്തു ഫോർ ലോജിക്കൽ ഫ്ലോ ആൻഡ് സിംപ്ലിഫൈഡ് ആപ്ലിക്കേഷൻ. കുറച്ച് കോംപ്ലിക്കേഷൻ ആയിട്ടുണ്ടായിരുന്ന വിറ്റ്നസിന്റെ പ്രൊവിഷൻ എല്ലാം കൂടെ തന്നെ എന്ത് ചെയ്തു, ഭാരതീയ സാക്ഷ്യ അധിനിയത്തിൽ കുറച്ച് സിംപ്ലിഫൈഡ് ആയിട്ടുള്ള പ്രൊവിഷൻസിലേക്ക്. ഇതൊക്കെ എന്താണെന്നുള്ളത് നമ്മളിനി പുതിയ ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. എന്തൊക്കെയാണ് അതിൽ മാറ്റങ്ങൾ, ചേഞ്ചസ് എന്നുള്ളത് നമ്മൾ പഠിക്കും. പിന്നെ പ്രാക്ടിക്കൽ ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കരമായ ഒരു ചേഞ്ചസ്, നോട്ടബിൾ ചേഞ്ചസ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ കമ്പാരിസൺ. പക്ഷേ ഒരുപാട് നമ്മളൊരു കോസ്മെറ്റിക് ചേഞ്ചാണ് ശരിക്കും നമ്മളുടെ ഭാരതീയ സാക്ഷ്യ അധിനിയം ഉള്ളത്. BNSഉം BSIയും പോലെ ഒരുപാട് ചേഞ്ചസ്, BNSഉം BNSSഉം പോലെ ഒരുപാട് ചേഞ്ചസ് അതിൽ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വന്നു എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം.
legal practitioners will need to update their understanding and usage of evidence law terminology. അപ്പോൾ ലീഗൽ പ്രാക്ടീഷണേഴ്സിന് ഒരു അപ്ഡേറ്റ് അവർ പ്രാക്ടിക്കലായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ഇന്ത്യൻ നമ്മുടെ ഭാരതീയ സാക്ഷ്യാധിനിയത്തിൽ വന്നിട്ടുള്ള ചേഞ്ചസ് ഒക്കെ കുറേ മനസ്സിലാക്കിയിട്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. കോർട്സ് വിൽ ട്രാൻസിഷൻ ടു റിലൈയിങ് ഓൺ BSA ഫോർ ഓൾ മാറ്റേഴ്സ് പെർട്ടൈനിങ് ടു എവിഡൻസ് ഇൻ ട്രയൽസ് ഇനീഷ്യേറ്റഡ് പോസ്റ്റ് എനാക്ട്മെൻറ്റ്. പോസ്റ്റ് എനാക്ട് ഇത് വന്നതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ, ആദ്യം തന്നെ പറഞ്ഞില്ലേ, നമുക്ക് വന്ന ഈ നിയമം BSAയും BNSS ആയാലും വന്നതിന് ശേഷം ആ നിയമം നിലവിൽ വന്നതിന് ശേഷമുള്ള കേസുകൾ എന്തൊക്കെയാണോ ആ കേസുകളെല്ലാം പുതിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം. അതായത് 1/7/2024 ആണ് ഈ നിയമം നിലവിൽ വരുന്നത്. ആ ഡേറ്റ് മുതൽ എന്ത് കുറ്റകൃത്യം സംഭവിച്ചോ അതെല്ലാം ട്രീറ്റ് ചെയ്യേണ്ടുന്നത് എന്തിൻ്റെ അണ്ടറിലാണ്? ഈ BSAയുടെയും BNSSൻ്റെയും അണ്ടറിലാണ്. അപ്പോൾ ആ ഒരു അഡാപ്റ്റബിലിറ്റി കോടതികൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം കണ്ടില്ലേ, ലോ സ്റ്റുഡൻസും ആസ്പിറൻസും, നമ്മളെപ്പോലുള്ള ആസ്പിറൻസ് ആയാലും ലോ സ്റ്റുഡൻസ് ആയാലും കമ്പാരിറ്റീവ്ലി ഇതെന്താണെന്നുള്ളത് ഇപ്പം നിങ്ങളായാലും ഇത് കമ്പാരിറ്റീവ്ലി മനസ്സിലാക്കിയിരിക്കണം എന്നാണ് പറയുന്നത്. കാരണം എങ്കിൽ മാത്രമേ നമുക്ക് രണ്ട് നിയമങ്ങളെക്കുറിച്ചും നമുക്ക് അറിവുണ്ടായിരിക്കണം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ഇതിൻ്റെ ഒരു കൺക്ലൂഡിങ് പാർട്ട് പറയുകയാണെങ്കിൽ, ഇത് ഭാരതീയ സാക്ഷി അധിനിയം ഇസ് നോട്ട് എ ഡ്രാസ്റ്റിക് ചേഞ്ച് ഫ്രം ഇന്ത്യൻ എവിഡൻസ് ആക്ട്. ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, ഭയങ്കരമായ മാറ്റം എന്ന് പറയാൻ പറ്റത്തില്ല. സെക്ഷൻ നമ്പേഴ്സ് എല്ലാം മാറി, അതിൽ സംശയമില്ല. സെക്ഷൻ നമ്പേഴ്സ് എല്ലാം കംപ്ലീറ്റ്ലി ചേഞ്ചസ് വന്നിട്ടുണ്ട്. പക്ഷേ ബാക്കിയെല്ലാ അതിൻ്റെ ആപ്ലിക്കേഷൻസ് ആയാലും അതിൻ്റെ രീതികളായാലും അതിൽ കുറേ കാര്യങ്ങളിൽ സിംപ്ലിഫൈ ചെയ്തു. പ്രൊസീജിയേഴ്സ് നമ്മളുടെ ഈ ഭാരതീയ സാക്ഷി അധിനിയം വന്നപ്പോഴത്തേക്കും സിംപ്ലിഫൈ ചെയ്തു. പിന്നെ ഇംഗ്ലീഷ് ലോ എന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, ഇംഗ്ലീഷ് ലോയിലുണ്ടായിരുന്ന അതുപോലെ തന്നെ കുറച്ച് ടെർമിനോളജീസ് എല്ലാം നമ്മൾ ഈ ഒരു ഭാരതീയ സാക്ഷി അധിനിയത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. പഴയ പോലെ വാക്കുകൾ ഉപയോഗിക്കുന്നില്ല. ഇംഗ്ലീഷ് ലോ എന്നോ അങ്ങനെയുള്ള വാക്കുകളൊക്കെ കുറേ ഔസ്റ്റ് ചെയ്യാനായിട്ട് ഭാരതീയ സാക്ഷി അധിനിയം ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രോണിക് എവിഡൻസിനും ഡിജിറ്റൽ എവിഡൻസിനും കുറേ അധികം പ്രാധാന്യം കൊടുത്തു. അവിടെയാണ് ചേഞ്ചസ് വന്നിട്ടുള്ളത്. അത് കോടതികളിൽ നിയമ നടപടികൾ പ്രൊസീജിയർ വരുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് അതിനകത്ത് കാര്യമായിട്ട് വരേണ്ടതെന്ന് പറഞ്ഞിട്ടുമുണ്ട്. എന്തൊക്കെ ചേഞ്ചസ് ആണ് വരേണ്ടത്, ഇലക്ട്രോണിക് എവിഡൻസിൻ്റെ പ്രാധാന്യം എങ്ങനെയാണ്, ഡിജിറ്റൽ എവിഡൻസ് എങ്ങനെയാണ് സ്വീകരിക്കുക, അതിൻ്റെ മോഡ് ഓഫ് ആക്സെപ്റ്റിംഗ് എങ്ങനെയാണ്, അത് ഏതൊക്കെ രീതിയിലുള്ള ഇലക്ട്രോണിക് എവിഡൻസ് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു ഏരിയ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു, പിന്നെ സെക്ഷൻസിൽ നോട്ടബിളായിട്ട് ചേഞ്ചസ് വന്നിട്ടുള്ളതാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ ഇത് ഭാരതീയ സാക്ഷി അധിനിയം 2023 മാർക്സ് എ സിഗ്നിഫിക്കൻറ്റ് സ്റ്റെപ്പ് ടുവേർഡ് കോളനൈസിങ് ഇന്ത്യൻ ക്രിമിനൽ ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, കൊളോണിയൽ നിയമത്തിൽ നിന്നും ഒരു വിടുതൽ കൊടുക്കുക എന്നുള്ളതാണ് പുതിയ നിയമങ്ങൾ ഉണ്ടാകാനുണ്ടായ ഒരു സാഹചര്യം, ഇടയായ ഒരു സാഹചര്യം. കാരണം ഇപ്പം നമുക്കറിയാം IPC ആണെങ്കിൽ 1860 ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അമെൻഡ് ചെയ്തിട്ടാണ് 1973. അത് മുൻപ് വന്ന നിയമമാണ്. ഇപ്പോൾ ഭാരതീയ സാക്ഷി അധിനിയമാണെങ്കിലും ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872. അപ്പോൾ ഈ ഒരു കാലഘട്ടങ്ങളിൽ നിന്നുമൊക്കെ ഒരു കാര്യമാത്രമായ ചേഞ്ചസ് കൊണ്ടുവന്നുകൊണ്ട് കൊളോണിയൽ ഇമ്പാക്റ്റിൽ നിന്നും മാറ്റം വരുത്താനാണ് ഈ നിയമങ്ങളെല്ലാം ശ്രമിച്ചിട്ടുള്ളത്. കൊളോണിയൽ ഇറയിൽ നിന്നും ഒരു മാറ്റങ്ങൾ കൊണ്ടുവരിക. ഓക്കെ, while it retains the foundational principles of the Indian Evidence Act. 1872 ഇന്ത്യൻ എവിഡൻസ് ആക്ടിൻ്റെ ഫൗണ്ടേഷണൽ പ്രിൻസിപ്പിൾസിൽ നിന്നൊന്നും ഇതിന് മാറ്റങ്ങൾ വരുത്തിയെന്ന് ചോദിച്ചാൽ ഇല്ല. ആ ഫൗണ്ടേഷണൽ പ്രിൻസിപ്പിൾസ് എല്ലാം അതേപടി നിലനിൽക്കുന്നുണ്ട്. ഇറ്റ് ഇൻട്രൊഡ്യൂസസ് മോഡേൺ ഫ്രെയിംവർക്ക്സ് ആൻഡ് സ്ട്രക്ചേഴ്സ് ടു മേക്ക് ദി ലോ ഓഫ് എവിഡൻസ് മോർ ആക്സസിബിൾ. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ലോ ഓഫ് എവിഡൻസ് കുറച്ചും കൂടെ ആക്സസിബിൾ ആക്കുക. കുറച്ചും കൂടെ ആക്സസിബിൾ ആയിട്ട്, അതായത് എങ്ങനെയാണ് ഒരു ക്രൈം
ഉണ്ടായിക്കഴിഞ്ഞാൽ ഡിജിറ്റൽ റെക്കോർഡ്സിന് പ്രാധാന്യം വരുന്നത് എങ്ങനെയായിരിക്കണം, അതിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്, അത് കോടതിയിൽ ഹാജരാക്കേണ്ടത് എങ്ങനെയായിരിക്കണം, കോടതിയിൽ ട്രയൽ നടക്കുമ്പോൾ എങ്ങനെയാണ് ഡിജിറ്റൽ റെക്കോർഡ്സ് അഡ്മിസിബിൾ ആക്കുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഏതിനകത്ത് ഉൾപ്പെടുത്തി, നമ്മുടെ ഇന്ത്യൻ എവിഡൻസ് ആക്ടിനകത്ത് ഉൾപ്പെടുത്തി. തെളിവ് നിയമമല്ലേ കോടതിയിൽ, അതായത് പക്ക പ്രൊസീജിയർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, ഇറ്റ് ഈസ് നോട്ട് എ സബ്സ്റ്റാൻറ്റീവ് ഓർ പ്രൊസീജിയർ ലോ, ഇറ്റ്സ് ആൻ അഡ്ജക്റ്റീവ് ലോ. ഇതൊരു അഡ്ജക്റ്റീവ് ലോ ആണ്. കാരണം ഇത് പീനൽ പ്രിൻസിപ്പിൾസ് എന്താ പറയുന്നത്, മെത്തഡോളജീസ് ആണ്. എങ്ങനെയായിരിക്കണം പ്ലീഡിങ്സ് എന്നുള്ളൊരു മെത്തഡോളജീസ് ആണ് ഇത് പറയുന്നത്. ഇപ്പോൾ അതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് പറയുന്നത്. ഇപ്പോൾ വേറൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭാരതീയ സാക്ഷി അധിനിയം സിവിൽ പ്രൊസീഡിങ്സിലും ക്രിമിനൽ പ്രൊസീഡിങ്സിലും യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇത് ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഈസ് ടു, അത് ഇന്ത്യൻ എവിഡൻസ് ആക്ടും അങ്ങനെയായിരുന്നു. ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ഇൻ ബോത്ത് സിവിൽ ആൻഡ് ക്രിമിനൽ പ്രൊസീഡിങ്സ്. സിവിൽ പ്രൊസീഡിങ്സിലും ക്രിമിനൽ പ്രൊസീഡിങ്സിലും ഈ ഒരു നിയമം എന്താണ് ആപ്ലിക്കബിൾ ആണ്. നമുക്കിപ്പം ക്രിമിനലി മാത്രമേ ഉപയോഗിക്കാവൂ എന്നുള്ളത് ഇല്ല, ക്രിമിനലിലും സിവിലിലും ആപ്ലിക്കബിൾ ആണ്. നമ്മൾ ഡോക്യുമെന്റ്സ് അഡ്മിസിബിൾ ആക്കുന്ന ഇതൊക്കെ സിവിൽ പ്രൊസീഡിങ്സിലും എന്താണ് ആപ്ലിക്കബിൾ ആണ്. അതുപോലെ പല കാര്യങ്ങളും. It introduces modern frameworks and structures to make the law of evidence more accessible, relevant and equipped to handle complexities of the digital age. നമുക്കിപ്പം ഡിജിറ്റൽ ഏജിൽ ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ഇറയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഡിജിറ്റലായിട്ട് ഒരുപാട്, കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ എന്തുമാത്രം പ്രാധാന്യം അർഹിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ കുറ്റകൃത്യങ്ങളുടെ വ്യാപ്തി മാറി, അളവ് മാറി, അതിൻ്റെ ഓപ്പറേഷൻ മാറി. കാരണം കുറ്റകൃത്യം മുൻപ് ഉണ്ടായിരുന്ന ഒരു ടൈപ്പ് കുറ്റകൃത്യങ്ങളൊന്നും അല്ല ഇപ്പം നിലവിൽ നടക്കുന്നത്. മനസ്സിലായല്ലോ. മുമ്പ് നടന്നുകൊണ്ടിരുന്ന കുറ്റകൃത്യങ്ങളുടെ ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻ ആണോ ഇപ്പോൾ ഉള്ളത്? നേരത്തെ മർഡർ നടത്തുന്ന ഒരു ആപ്ലിക്കബിലിറ്റി ആണോ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു മർഡർ നടത്തുമ്പോൾ ഉള്ളത്? വളരെ എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. അപ്പോൾ ആ ഒരു ഡിഫറൻസിനെ എല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സംവിധാനമാണ് നമ്മുടെ ഭാരതീയ സാക്ഷി അധിനിയം രൂപപ്പെടുത്തി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഭാരതീയ സാക്ഷി അധിനിയത്തിൽ ചേഞ്ചസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേഞ്ചസ് ഉണ്ട്. ഈ ചേഞ്ചസ് എല്ലാം മോഡേൺ ടെക്നോളജിയെ എക്വിപ്പ് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണെന്ന് നമുക്ക് പറഞ്ഞ് നിർത്താൻ കഴിയും. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ടറി പാർട്ടായിട്ട്, ഭാരതീയ സാക്ഷി അധിനിയത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ടറി പാർട്ടായിട്ട് പറയാൻ കഴിയുക. അപ്പോൾ ഇതിൻ്റെ എന്തൊക്കെയാണ് ഇനി ചേഞ്ചസ് വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞു. നോട്ടബിൾ ചേഞ്ചസിൻ്റെ സെക്ഷൻസ് പറഞ്ഞു. ഇനി ആ സെക്ഷൻസ് ഇന്ത്യൻ എവിഡൻസ് ആക്ടും ഭാരതീയ സാക്ഷി അധിനിയവും കൂടെ കമ്പാരറ്റീവ് അനാലിസിസിൽ പോകുന്നത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നമുക്ക് പുതിയൊരു ക്ലാസ്സിൽ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.